യെസ്, ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലടക്കം 12 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 11 വരെ അപേക്ഷ തിരികെ ഏൽപ്പിക്കാം. കരട് പട്ടിക 16-ന് പുറത്തിറക്കും. ഫെബ്രുവരി 14-നാണ് അന്തിമ പട്ടിക. കമ്മീഷൻ നടപടി പ്രതിപക്ഷ പാർട്ടികളുടെയും BLOമാരുടെയും നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കമ്മീഷന്റെ തീരുമാനം. വിജിൻ വായാന്തോടും PR അരവിന്ദുമാണ് വിവരങ്ങൾ നൽകുക. ആദ്യം വിജിനിലേക്ക്. വിജിൻ, പുതുതായി പ്രഖ്യാപിച്ച തീയതികളൊക്കെ ഒന്ന് വിശദമായി പറയാമോ ആദ്യം? നൗഫൽ, അതായത് അടുത്ത മാസം 4-ാം തീയതി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിപ്പിക്കാനായിരുന്നു നിലവിൽ തീരുമാനിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ അങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ ഒരാഴ്ചയാണ് ഇതിന് അധികമായി സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് 13-നാണ്, അതായത് വോട്ടെണ്ണൽ അവസാനിക്കുന്നത് 13-നാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കൂടി അധികം ലഭിക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ള സമയപരിധി നീട്ടിയുള്ള ഉത്തരവ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും കാണേണ്ടത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി 16-ലേക്ക് നീട്ടുകയും ഒപ്പം തന്നെ ഫോമുകൾ തിരികെ വാങ്ങാനുള്ള സമയം അത് 11-ലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പട്ടിക പുറത്തിറക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ധൃതി പിടിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ കുറഞ്ഞ സമയപരിധി മാത്രം നീട്ടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. സമയപരിധി നീട്ടിയോ എന്ന് ചോദിച്ചാൽ നീട്ടിയിട്ടുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസത്തേക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ സമയം ലഭിക്കുക. കേരളത്തിൽ ഉൾപ്പെടെ BLOമാരുടെ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും സംസ്ഥാനം നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ നാളെ അക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഒരാഴ്ച അധികമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ മാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ ആ പരിധിക്കുള്ളിൽ തന്നെ എത്ര കണ്ട ഈ ഫോമുകൾ തിരികെ വാങ്ങാനും ഒപ്പം തന്നെ അതിന്റെ മറ്റ് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനും കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച മാത്രം അധികം ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാണാൻ കഴിയുക. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ BLOമാര് വലിയ സമ്മർദ്ദം നേരിടുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഫോമുകൾ കളക്ട് ചെയ്യാനും ഒപ്പം തന്നെ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിയോഗിക്കാനുള്ള തീരുമാനമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ അതൊന്നും പ്രായോഗികമല്ല എന്നുള്ള നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഉൾപ്പെടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഒരു മാറ്റം വരുത്താൻ ഇന്നലെയും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ തയ്യാറായിരുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇങ്ങനെ ധൃതി പിടിച്ച് നടത്തുന്നതിന് വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ എല്ലാ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഭാഗികമായി രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് ഒരാഴ്ച സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. നൗഫൽ. യെസ്, PR അരവിന്ദ് കൂടി ചേരുകയാണ്. അരവിന്ദ്, ചൊവ്വാഴ്ച കേരളത്തിന്റെ അടക്കമുള്ള ഇത് സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനം വരുന്നത്. ഈ കോടതിയിലേക്കുള്ള പോക്കും ഈ തീരുമാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒപ്പം പ്രതിപക്ഷ കക്ഷികളുടെ നിരന്തര ആവശ്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ മാറ്റിവെക്കണം, പ്രത്യേകിച്ചും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഈ SIR നടപടികൾ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്?